യാക്കോബായ സഭാ വിശ്വാസികൾക്ക് ആഹ്ലാദത്തിന്റെയും പ്രാർത്ഥനകളുടെയും ദിനമായിരുന്നു ഇന്നലെ. സഭയുടെ പുതിയ ഇടയനായി ജോസഫ് മോർ ഗ്രിഗോറിയോസ് ചുമതലയേറ്റു. ലെബനനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ കേരളത്തിൽ നിന്ന് 700-ലധികം പേർ പങ്കെടുത്തു. പലയിടങ്ങളിലും ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്നാണ് വിശ്വാസികൾ ചടങ്ങ് വീക്ഷിച്ചത്. സ്ഥാനാരോഹണ ചടങ്ങുകൾ ലെബനനിൽ നടക്കുമ്പോൾ ആഹ്ലാദം അലതല്ലിയത് ഇങ്ങുദൂരെ കേരളത്തിലാണ്. യാക്കോബായ സഭയുടെ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലും വിവിധ ഭദ്രാസന ആസ്ഥാനങ്ങളിലും ദേവാലയങ്ങളിലുമെല്ലാം ഒരുമിച്ചിരുന്ന ചടങ്ങുകൾ കാണുന്നതിന് വിശ്വാസികൾ ഒത്തുകൂടിയിരുന്നു. When Jesus came to the region of Caesarea Philippi, he asked his disciples, "Who do people say the Son of Man is?" They replied, "Some say John the Baptist, others Elijah, and still others Jeremiah or one of the prophets." യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ വാഴിക്കുന്ന ചടങ്ങ് ലെബനനിലാണ് നടന്നത്. കേരളത്തിൽ എല്ലാ പള്ളികളിലും ഏതാണ്ട് വിശ്വാസികൾ ഒത്തുകൂടി അവിടെ തത്സമയം ആ ചടങ്ങ് വീക്ഷിക്കുന്നതിനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യം നിറഞ്ഞ ദിവസമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. ഇപ്പോൾ പ്രാപിച്ചിടുന്നു. പരിശുദ്ധ സഭയെ സംബന്ധിച്ച് ഇതുപോലൊരു സുവർണ നിമിഷം ഇനി ലോകചരിത്രത്തിൽ ഉണ്ടാവില്ല. കാരണം അത്രയേറെ പ്രതിസന്ധിയിലൂടെ സഭ കടന്നു പോകുന്ന അവസരത്തിൽ ദൈവമായിട്ട് ഒരുക്കി തന്ന ഒരു വലിയൊരു അവസരമാണ് ഈ അവസരം. ഈ അവസരത്തിൽ ഞങ്ങൾക്കൊക്കെ അവിടെ എത്താൻ പറ്റാത്തതിലുള്ളൊരു വലിയ മനോഷം മാത്രം. പക്ഷേ എന്നാലും ഇവിടെ വെച്ച് നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ശ്രേഷ്ഠ ഭാവം വരുമ്പോൾ ഞങ്ങൾ മഹനീയമായ സ്വീകരണം കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ഒരു വീട് പോലെയായിരുന്നു ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ദേവാലയം അദ്ദേഹത്തിൻ്റെ പിന്നിൽ 10,000-കണക്കിന് വിശ്വാസികളുള്ള ഇടവക അംഗങ്ങളുള്ള ഈ ദേവാലയം അദ്ദേഹത്തിൻ്റെ പിന്നിൽ അടിയുറച്ചു നിന്നു. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. അവർ അതിനെ അങ്ങനെ തന്നെ കാണുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ജോസഫ് മോർ ഗ്രിഗോറിയോസ്. സ്ഥാനം ഏറ്റെടുത്തോടുകൂടി അദ്ദേഹം അഭിഷിക്തനായതോടുകൂടി ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ എന്നായിരിക്കും അറിയപ്പെടുക. എന്തായാലും അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് ഈ ദേവാലയാങ്കണം മുഴുവൻ. قد استوشوا يذبوسيا أكسيوس أكسيوس أكسيوس. വരുന്ന ഞായറാഴ്ചയാണ് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് പ്രധാൻ ബാവ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. സഭാ ആസ്ഥാനത്തും വിവിധ യാക്കോബായ ദേവാലയങ്ങളിലും ഊഷ്മളമായ സ്വീകരണമാണ് സഭയുടെ പുതിയ ഇടയന് ഒരുക്കിയിരിക്കുന്നത്. പ്രദീപ് ജോസഫിനും എസ് രാഗിനുമൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.